ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽ സർക്യൂട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എങ്ങനെ നമ്മുടെ ടാപ്സ് ആപ്പിലെ പുതിയ ടാസ്ക്കായ ബൈനാൻസ് അക്കൗണ്ട് ക്രിയേഷൻ അല്ലെങ്കിൽ കണക്ഷൻ എങ്ങനെ ചെയ്യാമെന്നാണ്. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ മുഴുവനായിട്ട് കണ്ടിട്ട് മാത്രം കമൻസിൽ ഡൗട്ട് ചോദിക്കുക. ഇപ്പോൾ തന്നെ വന്ന് ചോദിച്ചാൽ വീഡിയോയിലുള്ള കാര്യമാണെങ്കിൽ ഞാൻ റിപ്ലൈ തരില്ല, അത് ആദ്യം തന്നെ പറയുകയാണ്. അപ്പോൾ ലേറ്റ് ആക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോവാം. ഇത് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് 3 മില്യൺ കോയിൻസാണ് റിവാർഡായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാതിരിക്കുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറയാനുള്ളത്, ബൈനാൻസ് ഇന്ത്യയിൽ ഇപ്പോൾ കറൻറ്റ്ലി അവൈലബിൾ അല്ല. നിങ്ങൾക്കൊരു VPN സഹായത്തോടെ മാത്രമേ ബൈനാൻസിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കണ്ട് അത് മനസ്സിലാക്കുക. അപ്പോൾ VPN ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ചിലർക്ക് ചില പേടി ഉണ്ടാവും, ഇത് സേഫ് ആണെന്നൊക്കെ. നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട. ബൈനാൻസ് എന്ന് പറഞ്ഞാൽ വേൾഡിലെ തന്നെ നമ്പർ 1 ഏറ്റവും ബിഗ്ഗസ്റ്റും ഏറ്റവും സേഫസ്റ്റുമായിട്ടുള്ള എക്സ്ചേഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു രീതിക്കും പേടിക്കേണ്ടതില്ല. കോടിക്കണക്കിന് ആൾക്കാർ യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ചാണ്. ഞാനും വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ചാണ്. ഒരു പ്രശ്നവും വരില്ല. ഓക്കെ, ഈ ഒരു 3 മില്യൺ കോയിൻസിൻ്റെ ഒപ്പം തന്നെ ബൈനാൻസിൻ്റെ $600 വൗച്ചർ നമുക്ക് ടാപ്സ് ആപ്പ് തരും എന്ന് പറയുന്നുണ്ട്. നമ്മളെ ബൈനാൻസ് അക്കൗണ്ടിലേക്ക് റിയൽ ടൈം ആയിട്ട് വരുമെന്നാണ് പറയുന്നത്. റിയൽ ടൈം ആയിട്ടൊന്നും വരില്ല, അത് ഉറപ്പാണ്. കാരണം ഇത്രയും മില്യൺ ആൾക്കാർ ചെയ്യുന്നതാണ്. ഞാൻ ഓൾറെഡി ചെയ്ത് വീഡിയോ എടുത്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഒരു 5-6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 24 ഹവേഴ്സിനുള്ളിലൊക്കെ കിട്ടുമായിരിക്കും. നമുക്കത് നോക്കാം. എന്തായാലും നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം 3 മില്യൺ കോയിൻസ് എടുക്കലാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളത് തന്നെ ചെയ്യേണ്ട ഒരു VPN ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഏതാണെങ്കിലും പ്രശ്നമില്ല. കൺട്രികൾ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുള്ള ഒരു VPN ആവണം. ഞാൻ യൂസ് ചെയ്യുന്ന ടർബോ VPN ആണ്. ഇത് വേണ്ടവർക്ക് ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അവിടുന്ന് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ പ്രീമിയം ഒക്കെ ചോദിക്കുകയാണ്, ജസ്റ്റ് ക്ലോസ് ചെയ്ത് വിടുക. എന്നിട്ട് നിങ്ങളുടെ ഒരു ഗ്ലോബിൻ്റെ അല്ലെങ്കിൽ ഒരു കൺട്രി ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം മേലെ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലാത്ത US അല്ലാത്തൊരു കൺട്രി സെലക്ട് ചെയ്യുക. ഞാനിവിടെ ജർമ്മനിയാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിക്ക് ചെയ്ത് അപ്പോൾ ജർമ്മനിയിലേക്ക് കണക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, VPN കണക്റ്റ് ആയിട്ടുണ്ട്. VPN കണക്റ്റ് ആയതിനു ശേഷം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബൈനാൻസിൻ്റെ VPN കണക്ട് ചെയ്തിട്ട് മാത്രം ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആക്സസിബിൾ അല്ല. അതിനാണ് നമ്മൾ VPN യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 100% സേഫാണ്. VPNും സേഫാണ്, ബൈനാൻസ് അതിനേക്കാളും സേഫാണ്. ഓക്കെ, വേൾഡിലെ ലാർജസ്റ്റ് നമ്പർ 1 എക്സ്ചേഞ്ചാണ് ബൈനാൻസ്. അതുകൊണ്ട് ഒന്നും തന്നെ പേടിക്കാനില്ല. വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ തന്നെ പക്കയാ സേഫായിരിക്കും. ഒന്നും പേടിക്കാനില്ല. ഓക്കെ, എത്ര കോടി ആൾക്കാർ യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ചാണ് ബൈനാൻസ്. അപ്പോൾ നമുക്കിനി ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജാണ് ഓപ്പൺ ആയി വരിക. ബൈനാൻസിൻ്റെ വെൽക്കം ടു ബൈനാൻസ് എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് ക്രിയേഷൻ പേജാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നെങ്കിൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് പറ്റ സ്ലോ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ VPN കണക്റ്റ് ആയിട്ടില്ല. VPN കണക്റ്റ് ആയാൽ മാത്രമേ ഈ സൈറ്റിലേക്ക് കണക്റ്റ് ആവുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കുക. ഒരു പ്രാവശ്യം കിട്ടിയില്ല വെച്ച് നിർത്തരുത്. വീണ്ടും VPN ഡിസ്കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പക്കയായിട്ട് കിട്ടുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പറോ ഇമെയിൽ ID ഇവിടെ എൻ്റർ ചെയ്യണം. ഏതാണെങ്കിലും പ്രശ്നമില്ല. ഞാനിവിടെ ചെയ്യുന്ന ഇമെയിലാണ്. ഗൂഗിൾ അക്കൗണ്ട് വെച്ചൊന്നും ചെയ്യരുത്, ആപ്പിൾ ID വെച്ചും ചെയ്യരുത്. ഏറ്റവും നല്ലത്, ഏറ്റവും സിമ്പിളും ഇമെയിലും ഫോൺ നമ്പറോ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. ഞാനിവിടെ ഇമെയിലാണ് ചെയ്യുന്നത്. ഒരു ഇമെയിൽ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഇമെയിൽ കൊടുത്തതിന് ശേഷം ഇവിടെ ജസ്റ്റ് ഒരു ടിക്ക് ബോക്സ് ഉണ്ടാകും, ചെക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൊടുത്ത ആ മെയിൽ IDയിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. അതിന് മുമ്പ് തന്നെ ഒരു വെരിഫിക്കേഷൻ ചെറുതുണ്ട്. ഒരു പാണ്ടൻ്റെ ഇമേജ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ചോദിക്കുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്ത മെയിലിലേക്ക് ഒരു OTP വരും വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. നിങ്ങളത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അഥവാ OTP കാണുന്നില്ലെങ്കിൽ സ്പാം ഫോൾഡറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അവിടെയൊക്കെ വന്നിട്ടുണ്ടാവും, തീർച്ചയായിട്ടും എന്തായാലും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ മെയിൽ നോക്കിയിട്ട് ആ കോഡൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള പേജാണ് വരിക. ഇവിടെ നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ബൈനാൻസിന് വേണ്ടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 8 ക്യാരക്ടേഴ്സ് വേണം. അതുപോലെ തന്നെ ഒരു നമ്പർ അതിനുള്ളിൽ ഉണ്ടാവണം, ഒരു ബിഗ് ലെറ്റർ ഉണ്ടാവണം. അത്രയും കാര്യങ്ങൾ ചെക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് ആക്സെപ്റ്റഡ് ആവും. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പേജിൽ സെറ്റപ്പ് യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് റെഫറൽ ID അടിക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു ID വന്നിട്ടുണ്ടാവും, ഒരു നമ്പർ വന്നിട്ടുണ്ടാവും. ഇത് വന്നിട്ടില്ല എങ്കിൽ ഈ ഒരു നമ്പർ 41175384 എന്നുള്ള ഈ ഒരു നമ്പർ കൃത്യമായി നോക്കി ടൈപ്പ് ചെയ്യുക. ഈ ഒരു നമ്പർ കൊടുത്ത് ഇവിടെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിനിങ് ബോണസും ഗിഫ്റ്റുകളും ഒക്കെ തന്നെ ബൈനാൻസിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, അപ്പോൾ അത് മിസ്സാക്കാതെ തന്നെ അടിച്ചതിന് ശേഷം നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനാണ്. അപ്പോൾ 2 ഓപ്ഷൻസ് കാണാം. ബൈനാൻസിൻ്റെ ആപ്പിൽ വെരിഫൈ ചെയ്യാം, അതുപോലെ തന്നെ ബ്രൗസറിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കണ്ടിന്യൂ ഓൺ ബ്രൗസർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. വെരിഫൈ വിത്ത് ബൈനാൻസ് ആപ്പ് കൊടുക്കുക. ബൈനാൻസിൻ്റെ ആപ്പ് ഇപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിലൊന്നും അവൈലബിൾ അല്ല. തേർഡ് പാർട്ടി സോഴ്സിൽ നിന്ന് വേണം ഡൗൺലോഡ് ചെയ്യാൻ. APK ഫയലാക്കി ഡൗൺലോഡ് ചെയ്യണം. അതൊരിക്കലും സേഫ് അല്ല. ഓക്കെ, ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല വേറൊരു സൈറ്റിൽ നിന്ന് നമ്മുടെ APK ഫയലാക്കി ഡൗൺലോഡ് ചെയ്യാൻ. ബൈനാൻസിൻ്റെ സൈറ്റിൽ നിന്നാണെങ്കിൽ APK കിട്ടുകയില്ല. നേരെ പ്ലേ സ്റ്റോറിലേക്കാണ് പോകുന്നത്. പ്ലേ സ്റ്റോറിലാണെങ്കിൽ ബൈനാൻസിൻ്റെ ആപ്പ് ഇപ്പോൾ നിലവിലില്ല, ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ബൈനാൻസിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതിനായിട്ട് കണ്ടിന്യൂ ഓൺ ബ്രൗസർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളിപ്പോൾ കണക്ട് ചെയ്ത VPNൻ്റെ കൺട്രിയാണ് റെസിഡൻസി ആയിട്ട് സെലക്ട് ആയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് ഇന്ത്യ മാറ്റുക.
ഓക്കെ, ഇവിടെ ഇന്ത്യ എന്ന് അടിച്ചപ്പോൾ ഇന്ത്യ വന്നിട്ടുണ്ട്. ഇന്ത്യ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത് മറക്കരുത്, ഇന്ത്യ എന്ന് പറയുന്നത് സെലക്ട് ആക്കണം. നമ്മൾ ഏത് കൺട്രീൻ്റെ VPN ആണ് ഇട്ടത് അതാണ് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയി വരിക. അത് മാറ്റിയിട്ട് ഇന്ത്യ സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഫുൾ നെയിം ഇവിടെ ചോദിക്കും. നിങ്ങളുടെ ID എങ്ങനെയാണ്, ഇപ്പോൾ ആധാർ കാർഡിലൊക്കെ എങ്ങനെയാണോ നിങ്ങളുടെ പേരുള്ളത് അതുപോലെ നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് ഇനിഷ്യലും കാര്യങ്ങളൊക്കെ വെച്ച് അടിച്ചു കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നാഷണാലിറ്റി സെലക്ട് ചെയ്യാൻ പറയും. നാഷണാലിറ്റി നിങ്ങൾ ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യ സെലക്ട് ചെയ്യാം. ഇന്ത്യ കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം കണ്ടിന്യൂ. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. കൃത്യമായിട്ട് തന്നെ ID കാർഡിലുള്ള പോലെ കൊടുക്കണം. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ ചോദിക്കും. ഇതും നിങ്ങളുടെ ആധാർ കാർഡിൽ എങ്ങനെയാണോ അതുപോലെ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വെരിഫൈ ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ടാണ് ഡ്രൈവിംഗ് ലൈസൻസ് അഡ്രസ്സ് എങ്ങനെയാണുള്ളത് അതുപോലെ കൊടുക്കുക. ഞാൻ പറയുന്നത് ആധാർ വെച്ച് ചെയ്യാനാണ്. ആധാറാകുമ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ട്. എത്രയും പെട്ടെന്ന് വെരിഫൈ ആവും ചെയ്യും. അഡ്രസ്സും കാര്യങ്ങളും ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ ആധാറിലുള്ള അഡ്രസ്സ് നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ അഡ്രസ്സ് അടിക്കുന്തോറും താഴെ ഇങ്ങനെ സജഷൻ വരുന്ന കാണുന്നുണ്ടാവും. ആ സജഷൻ വരുന്നതിൽ നമ്മൾ അഡ്രസ്സ് ചൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങളുടെ അഡ്രസ്സ് മുഴുവനായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആധാർ കാർഡിലുള്ള പോലെ തന്നെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യണം, അത് മറക്കരുത്. ഓക്കെ, ഞാനിവിടെ എൻ്റെ മുഴുവൻ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്കിവിടെ എൻ്റെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു സംഭവമാണ് കാണിക്കുന്നത്. അതല്ല എൻ്റെ അഡ്രസ്സ്, എൻ്റെ വീട്ടുപേരും കാര്യങ്ങളൊന്നും അപ്പോൾ അതിൽ വരില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റർ അഡ്രസ്സ് മാനുവലി എന്ന് പറയുന്നൊരു ബട്ടൺ താഴെ കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ വെറുതെ കുറച്ച് ഇങ്ങനെ ഇവിടെ അഡ്രസ്സ് അടിക്കാനുള്ള സ്ഥലത്ത് വെറുതെ കുറച്ച് പേരുകൾ ഇങ്ങനെ അടിച്ചു പോയാൽ മതി. അപ്പോൾ ഇവിടെ എൻ്റർ അഡ്രസ്സ് മാനുവലി എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ അത്യാവശ്യമാണ്. നിങ്ങളത് തന്നെ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് മൊത്തം മേലെ എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ എൻ്റർ അഡ്രസ്സ് മാനുവലി എന്നുള്ളൊരു ബട്ടൺ വരും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് നേരത്തെ നിങ്ങൾ എൻ്റർ ചെയ്ത അഡ്രസ്സ് ഇവിടെ കാണാം. അത് കൃത്യത കറക്റ്റ് അല്ലേ എന്നോട് വെരിഫൈ ചെയ്യുക. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക കറക്റ്റ് അല്ലേ എന്നുള്ളത്. അതിൻ്റെ ശേഷം നിങ്ങളുടെ പോസ്റ്റൽ പിൻ കോഡ് ഇവിടെ കൊടുക്കുക. അത് നിങ്ങളുടെ ID പോലെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ സിറ്റി ഏതാണെന്ന് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ജില്ല ആണ് ഞാൻ സിറ്റി ആയിട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ജില്ല ഏതാണോ നിങ്ങൾ കറക്റ്റ് സിറ്റി അതായിട്ട് കൊടുക്കുക. മൂന്നും കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇന്ത്യ എന്നല്ലേ ഇവിടെ ഉള്ളതെന്ന് സെലക്ട് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വരും. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിൽ ഇന്ത്യ തന്നെയാണ് സെലക്ട് ആയെന്ന് ഉറപ്പാക്കുക. അതിനുശേഷം വെരിഫൈ വിത്ത് ആധാർ OTP ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് വെരിഫൈ വിത്ത് ആധാർ OTP കൊടുത്താൽ ആധാർ നമ്പർ അടിക്കാൻ വരും. ആധാർ നമ്പർ അടിക്കുക. അതിനുശേഷം നിങ്ങളുടെ ആധാറുമായിട്ട് കണക്ട് ചെയ്ത ഫോണിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP അടിച്ചാൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. ആധാർ കാർഡാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആധാർ കാർഡിൻ്റെ ഫ്രണ്ടും ബാക്കും ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഞാനിവിടെ ആധാർ കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം എൻ്റെ ആധാർ വേറൊരു ഫോൺ നമ്പറുമായിട്ട് ലിങ്ക്ഡാണ്. അപ്പോൾ OTP ഒന്നും എനിക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആധാർ കാർഡാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഞാൻ ആധാർ കാർഡ് എടുത്തു. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് ഫോട്ടോ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും എടുക്കണം. നിങ്ങൾ ജസ്റ്റ് ക്യാമറ പെർമിഷൻ ഇപ്പോൾ ചോദിക്കും. അത് കൊടുത്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലിപ്പ് ചെയ്യാൻ പറയും. നിങ്ങളുടെ ഫ്രണ്ട് സൈഡ് ആദ്യം കാണിക്കാൻ പറയും. അതിനുശേഷം ആളല്ല, ഓട്ടോമാറ്റിക്കലി വെരിഫൈ ആവുന്നതാണ്. നമ്മുടെ KYCക്ക് സാധാരണ വീഡിയോ കോൾ പോലെ ആളൊന്നും വരില്ല. ഇതിൽ ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി സ്കാൻ ആവുകയാണ് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട് ഭാഗം ഒന്ന് സ്കാൻ ചെയ്യുക. അതിനുശേഷം ഈ നിങ്ങളുടെ ആധാർ കാർഡോ ഏത് ഡോക്യുമെൻ്റ് ആണെങ്കിലും ഫ്ലിപ്പ് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിരിച്ച് വെക്കുക. അതിൻ്റെ ബാക്ക് സൈഡ് സ്കാൻ ചെയ്യുക കറക്റ്റായിട്ട് തന്നെ. അതിനുശേഷം കണ്ടിന്യൂ അടിക്കുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് അതെനിക്ക് കാണിക്കാൻ പറ്റില്ല പ്രൈവസി റീസൺസ് കാരണം ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തു. ടേക്ക് ഫോട്ടോ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നിങ്ങൾ 2 ഫോട്ടോ എടുത്തിട്ട് ഫ്രണ്ടും ബാക്കും കൃത്യമായിട്ട് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്താലും മതി. അതാകുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഓക്കെ, ഫ്രണ്ടും ബാക്കും കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് എല്ലാം വായിക്കാൻ പറ്റുന്ന പോലെ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് എക്സിസ്റ്റിംഗ് ഫോട്ടോസ് കൊടുത്തിട്ട് കണ്ടിന്യൂ അടിച്ച് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്ലോഡ് ചെയ്യാം. ഞാൻ ചെയ്യുന്ന ടേക്ക് ഫോട്ടോ വിത്ത് ഫോണാണ്. അത് ക്ലിക്ക് ചെയ്തു, കണ്ടിന്യൂ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്യാമറയുടെ പെർമിഷൻ ചോദിക്കും. നിങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടില്ലെങ്കിൽ ചോദിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് സ്ലോ ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ VPN ആയതുകൊണ്ട് കുറച്ച് സ്ലോ ആയിരിക്കും സാധാരണയിലും അധികം. അപ്പോൾ ടേക്കിംഗ് ഫോട്ടോ എന്തൊക്കെ ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ക്യാമറേൻ്റെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. പെർമിഷൻ അലോ ചെയ്യുക. ഞാൻ ആധാർ കാർഡിൻ്റെ ഫ്രണ്ടും ബാക്കും കൃത്യമായിട്ട് തന്നെ ഫോട്ടോ എടുത്തു. ഡോക്യുമെൻറ്റ് അപ്ലോഡഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങളുടെ ഫേസ് ഒന്ന് സ്കാൻ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ID ഫോട്ടോയും നിങ്ങളുടെ ഫേസും മാച്ച് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആയി ഫേസ് സ്കാൻ ചെയ്തു. അപ്പോൾ തന്നെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. എന്നിട്ട് ക്ലോസ് കൊടുക്കുക. ഇനി 24 മണിക്കൂറാണ് ഇവർ പറയുന്ന ടൈം. കാരണം ഇത്രയും ആൾക്കാർ ഒരുമിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ് ഇപ്പോൾ നമ്മൾ ടാപ്സ് ആപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. എനിക്കൊരു 4 മണിക്കൂർ എടുത്തിട്ടുള്ളൂ. 4 മണിക്കൂർ ആയപ്പോൾ തന്നെ എനിക്ക് മെയിൽ വന്നു, നിങ്ങളുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി, സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളൊരു 4-5 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ കഴിഞ്ഞ് സബ്മിറ്റഡ് അല്ലെങ്കിൽ വെരിഫൈഡ് എന്നാവും. ഇപ്പോൾ ഇൻ റിവ്യൂ എന്ന് കാണുന്നുണ്ടാവും, അത് സബ്മിറ്റഡ് എന്ന് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ KYC കംപ്ലീറ്റ് ആയി എന്നാണ് അതിനർത്ഥം. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്.
എൻ്റെത് ഇവിടെ 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വെരിഫൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ കാണിക്കുന്ന ബൈനാൻസിൻ്റെ ആപ്പിലാണ്. നിങ്ങൾ വെബ്സൈറ്റിൽ തന്നെ ചെയ്താൽ മതി. സെയിം ഇൻ്റർഫേസ് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഞാൻ ജസ്റ്റ് ഓൾറെഡി യൂസ് ചെയ്യുന്ന ആപ്പ് ആയതുകൊണ്ട് ഒന്നുകൂടി കാണിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾ VPN ഓൺ ആക്കി വെച്ചിട്ട് മാത്രം പോവുക. അത് നേരത്തെ നിങ്ങൾ ഏത് കൺട്രിയാണോ ഇട്ടോ അതേ VPN യൂസ് ചെയ്തിട്ട് തന്നെ പോകാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ലോഗിൻ ആവുള്ളൂ. ഓക്കെ, ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ വെബ്സൈറ്റിലേക്ക് പോയി നോക്കുക. VPN ഓൺ ആക്കിയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈഡ് ആയിട്ടുണ്ടാവും. ഈ ഒരു ഇൻ്റർഫേസ് തന്നെയാണ് വരിക. അത് ആപ്പാണോ നോക്കേണ്ട, വെബ്സൈറ്റും ഇങ്ങനെ തന്നെയാണ്. അതിൽ ടോപ്പ് ലെഫ്റ്റിൽ പ്രൊഫൈലേക്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ പ്രൊഫൈൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കാണാം. അവിടെ നിങ്ങളുടെ ID എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ കാണാൻ പറ്റും. ആ നമ്പറാണ് നിങ്ങളുടെ ബൈനാൻസ് ID. ഈ നമ്പർ കോപ്പി ചെയ്യുക. ഇതാണ് നമ്മൾ ടാപ്സ് ആപ്പിൽ കൊടുക്കേണ്ടത്. ടാപ്സ് ആപ്പ് ഓപ്പൺ ആക്കുക. അതിൽ ടാസ്ക് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോവുക. ടാപ്സ് ആപ്പ് ഇപ്പോൾ കുറച്ച് ഇഷ്യൂ ഉണ്ട് കയറാനൊക്കെ, അത് ഉടനെ തന്നെ ശരിയാവും. ടാസ്കിലേക്ക് പോവുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ബൈനാൻസ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കാണാൻ പറ്റും. അതിലേക്ക് കയറുക. എന്നിട്ട് സ്റ്റാർട്ട് മിഷൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബൈനാൻസ് ID പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മേലത്തെ 2 ചെക്ക് ബട്ടണും ക്ലിക്ക് ചെയ്യുക. ആദ്യം പേസ്റ്റ് ചെയ്യുക, അതിനുശേഷം സബ്മിറ്റ് അടിക്കുക. അപ്പോൾ സബ്മിറ്റ് ആവും. അതിനുശേഷം ചെക്ക് എന്ന് പറയുന്ന 2 ബട്ടൺ ഉണ്ട്, രണ്ടും ചെക്ക് അടിക്കുക. അപ്പോൾ ഡൺ എന്ന് പറയും. അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. താഴെ ആദ്യം പേസ്റ്റ് ചെയ്യണം, എന്നിട്ട് സബ്മിറ്റ് അടിക്കണം. എന്നിട്ട് വേണം രണ്ടും ചെക്ക് ചെയ്യാൻ. രണ്ടും ചെക്ക് ചെയ്തതിന് ശേഷം ഫിനിഷ് മിഷൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ 3 മില്യൺ കോയിൻ അപ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആഡ് ആവും, ടാപ്സ് ആപ്പിലേക്ക് ആഡ് ആവും. അപ്പോൾ ഈ ഒരു $600 നമ്മുടെ വെൽക്കം ബോണസായിട്ട്, വെൽക്കം വൗച്ചറായിട്ട് ബൈനാൻസിലേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് ഒരു ദിവസം വെയിറ്റ് ചെയ്ത് നോക്കുക. എന്തായാലും വരുന്നതാണ്. ഇവർ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും വരേണ്ടതാണ്. ഞാനതൊക്കെ ടെലഗ്രാം ചാനലിൽ ഇനി അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എല്ലാ അപ്ഡേറ്റ്സും ഫസ്റ്റ് തന്നെ അറിയാനായിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. സീ യു സൂൺ. ബൈ.